എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ DPharm അതായത് ഡിപ്ലോമ ഇൻ ഫാർമസി, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, അതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ഇതിനു മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്ന പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ പരാതികൾ LBS സെൻറ്ററിൻ്റെ ഇമെയിൽ ID ആയിട്ടുള്ള lbstvpm@gmail.com എന്നുള്ള ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ പരാതികൾ അറിയിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഈ ഒരു ആഴ്ച പരാതികളൊക്കെ പരിഹരിച്ച ശേഷമുള്ള ഈ ഒരു നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസുകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് അപ്ഡേറ്റ് ചെയ്ത റാങ്ക് ലിസ്റ്റും അതുപോലെ ഡീറ്റെയിൽസും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് എവിടെയാണ് തെറ്റ് വന്നിട്ടുള്ളത്, അത് പരിഹരിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പോൾ അതൊക്കെ പരിശോധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. അതേസമയം നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ പരാതികൾ ഇമെയിൽ അയച്ച ശേഷം പ്രത്യേകിച്ച് അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എങ്കിൽ ഇന്ന് വൈകുന്നേരം, അതായത് നവംബർ 20 വൈകുന്നേരം 5 മണിക്കുള്ളിൽ lbstvpm@gmail.com, അതായത് ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് നിങ്ങളുടെ ഈ ഒരു പരാതികൾ lbstvpm@gmail.com എന്നുള്ള ഇമെയിൽ IDയിൽ നിങ്ങൾ അറിയിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ട്, അത് ഈ ഒരു പരാതികൾ അയച്ച ശേഷം നിങ്ങൾക്ക് അത് മാറിയിട്ടില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിരുന്നു, അതും അതായത് നിങ്ങൾ നേരത്തെ മെയിൽ അയച്ച ശേഷം അതിൽ മാറ്റം വന്നിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് നിങ്ങളുടെ പരാതികൾ അറിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു, ഇവിടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച സമയത്ത് വിദ്യാർത്ഥികളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ DPharmൻ്റേതും അതുപോലെ തന്നെ DHAയുടെയും രണ്ടിൻ്റെയും റാങ്ക് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് രണ്ടിലും നിങ്ങളുടെ പേര് കാണുന്നില്ല, ഒന്നിൽ മാത്രമാണ് കാണുന്നത്. പേരല്ല, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ പരാതി ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അത് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ഇതിൽ പുതുതായിട്ട് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതായത് നിങ്ങൾക്ക് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത് രജിസ്ട്രേഷൻ IDയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതും, ആ ഒരു പേജിലും ഇതുപോലെ നിങ്ങൾക്ക് സൈഡിലായിട്ട് 3 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് ഇൻഡെക്സ് ആൻഡ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് അതേ ഓപ്ഷൻ വീണ്ടും കാണിക്കും, അതായത് ഇൻഡെക്സ് ആൻഡ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും അതുപോലെ തന്നെ ഓരോ റാങ്ക് ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിച്ച് എവിടെയെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. DPharmൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഇവയിൽ ഏതിലെങ്കിലും, അതായത് നിങ്ങൾക്ക് ബയോളജിക്കോ അല്ലെങ്കിൽ ഈ ഒരു മാത്സിനോ ഏതിനാണ് കൂടുതൽ ആ ഒരു മാർക്കാണ് കൺസിഡർ ചെയ്യുക ഈ ഒരു DPharmൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജിയോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സോ ഇതിൽ ഏതാണ് കൂടുതൽ, അല്ലെങ്കിൽ ബയോളജി മാത്രം പഠിച്ചതാണോ അല്ലെങ്കിൽ മാത്സ് മാത്രമാണ് പഠിച്ചത്, ഏതാണ് അതനുസരിച്ച് നിങ്ങൾ അതിൻ്റെ മാർക്ക് എടുത്ത ശേഷം നിങ്ങൾ, അതായത് +2-ന് 120 ലഭിച്ച മാർക്കാണ് എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു 120 ഓരോ വിഷയങ്ങൾക്കും ലഭിച്ച മാർക്ക് എത്രയാണ് അത് ടോട്ടലായിട്ട് കൂട്ടിയ ശേഷം 1.2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണോ അതാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ DHA ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജി എന്നിവയ്ക്ക് നിങ്ങൾക്ക് +2-ൽ ലഭിച്ച മാർക്ക്, അതായത് +2-ൽ ഓരോ വിഷയവും 120-ലാണ് വരിക. അപ്പോൾ 120-ൽ നിങ്ങൾ ടോട്ടൽ കൂട്ടുന്ന സമയത്ത് 360-ലാണ് മാർക്ക് വരുന്നത്. 360-ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, ആ ഒരു ടോട്ടൽ +2-ന് മാത്രം ലഭിച്ച, അതായത് സെക്കൻഡ് ഇയറിൽ മാത്രം ലഭിച്ച മാർക്കിനെ നിങ്ങൾക്ക് ഈ ഒരു ടോട്ടലായിട്ട് കൂട്ടി അതിനെ 1.2 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും നിങ്ങളുടെ DHA ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള ആ ഒരു റാങ്കല്ല ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് എവിടെയെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ, അതായത് കാൽക്കുലേഷൻ ചെയ്തത് തെറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതും, എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം, അതായത് നവംബർ 20 വൈകുന്നേരം 5 മണിക്കകം നിങ്ങളുടെ പരാതികൾ എന്താണ്, ആ ഒരു പരാതികൾ lbstvpm@gmail.com എന്നുള്ള ഇമെയിൽ IDയിലേക്ക് അറിയിക്കേണ്ടതാണ്. സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ
ഈ ഒരു പരാതികൾ ഇന്ന് വൈകുന്നേരം 5 മണിക്കകം LBS സെൻറ്ററിനെ അറിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി മെയിൻ റാങ്ക് ലിസ്റ്റാണ് വരിക. മെയിൻ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അപ്പോൾ ഏതൊക്കെ കോളേജുകളാണ് നിലവിൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോ കോളേജിൻ്റെയും ഡീറ്റെയിൽസും അതുപോലെ ഓരോ കോഴ്സും ഏത് കോളേജിലാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് 7240 രൂപയാണ് വാർഷിക ഫീസ് വരിക. സെൽഫ് ഫിനാൻസ് കോളേജിൽ മെറിറ്റ് സീറ്റാണ് വരുന്നതെങ്കിൽ 27500 രൂപയും 10000 രൂപ സ്പെഷ്യൽ ഫീസ് ഇനത്തിലുമാണ് വരിക. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റാണ് കിട്ടുന്നതെങ്കിൽ 55,000 രൂപയും അതിനോടൊപ്പം 10000 രൂപ ഈ ഒരു സ്പെഷ്യൽ ഫീസ് ഇനത്തിലുമാണ് വരിക. പിന്നീട് 2ാം വർഷം നിങ്ങൾക്ക് 7500 രൂപയാണ് സെൽഫ് ഫിനാൻസിൽ മെറിറ്റ് കിട്ടിയാലും മാനേജ്മെൻറ്റ് കിട്ടിയാലും സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് അപേക്ഷ സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്കകം lbstvpm@gmail.com എന്നുള്ള ഈ ഒരു ഇമെയിൽ ID-യിലേക്ക് നിങ്ങളുടെ പരാതികൾ അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷമാണ് മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.